നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നും നാളെയും കൂടി മാത്രമേ പരസ്യ പ്രചരണമുള്ളൂ. അത് കഴിഞ്ഞാൽ നുണപ്രചരണങ്ങൾക്ക് സമയമുണ്ട്. ആ നുണപ്രചരണങ്ങൾ അങ്ങേയറ്റം ഡീപ്പ് ഫേക്ക് വീഡിയോകളുമായി രംഗത്തെത്തിയേക്കും എന്ന് പറയുന്നത് ഈ സർക്കാരിലെ തന്നെ ഒരു മുതിർന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ബി അശോക്. വളരെയേറെ കഷ്ടപ്പെട്ട് ഒരുപാട് പണം മുടക്കി സോഷ്യൽ മീഡിയയെയും മാധ്യമങ്ങളെയും കയ്യിലെടുത്താണ് പിണറായി വിജയൻ മൂന്നാം ഭരണത്തിന് ശ്രമിക്കുന്നത്. അത്തരം തീവ്ര ശ്രമം ഏതാണ്ട് വിജയിച്ചു എന്ന് സഖാക്കൾ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രംഗപ്രവേശം. ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെ പിണറായി വിജയൻ നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ ഇരയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണ്, സൈക്കോപാത്താണ്. സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് ഗർഭിണിയാക്കി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ ആനന്ദിക്കുന്നു എന്ന തരത്തിൽ ഒരു വ്യാജ പ്രചരണം നടത്തി അതിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി കള്ളക്കേസുകളെടുത്ത് ആ കേസുകളൊന്നും നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞിട്ടും ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തി മുമ്പോട്ട് പോകുന്ന CPM ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊരു പണി തരുമെന്ന്. അവർ വിചാരിച്ചത് രാഹുൽ മത്സരിക്കരുത്, രാഹുൽ ഒരിടത്തും പ്രസംഗിക്കാൻ പോവരുത്, രാഹുലിനെ ആളുകൾ കൂവി ആർക്കണമെന്നായിരുന്നു. രാഹുലിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. മത്സരിച്ചാൽ ഉറപ്പായും ജയിക്കുന്ന സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു. രാഹുലിനെ ഒരു വേദിയിലും പ്രസംഗിക്കാൻ പോവാൻ കഴിയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിക്കാൻ പോയില്ല. രാഹുലിനെ പോലൊരു പൊതുപ്രവർത്തകന്റെ ജീവിതത്തിലെ ഏറ്റവും നിരാശാജനകമായ നിമിഷമാവണം അത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നില്ല. തന്നെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ട കമ്മിക്കൂട്ടങ്ങളെയും പിണറായിസ്റ്റ് ഭീകരതയും തുറന്നു കാട്ടാൻ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനും ഖജനാവിലെ പണം വാരിയെറിഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയെ സ്വാധീനിക്കുന്ന ഇടത് സൈബർ ഇടങ്ങൾക്കും ഇടത് ബുദ്ധിജീവികൾക്കും ഒന്നും എത്തപ്പെടാൻ കഴിയാത്ത ഉയരങ്ങളിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ വീഡിയോയും പോകുന്നത്. CPM ഇതുവരെ കോടികൾ മുടക്കി പണിതുയർത്തിയ കൊട്ടാരമെല്ലാം 8-10 മിനിറ്റുള്ള ഒരു വീഡിയോയിലൂടെ തച്ചുടയ്ക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എറണാകുളം മഹാരാജാസ് കോളേജിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കത്തിക്കുത്തേറ്റ് മരിച്ച അഭിമന്യുവിൻ്റെ ഒരു പാട്ടോടുകൂടിയായിരുന്നു ആദ്യത്തെ രംഗപ്രവേശം. ആ അഭിമന്യുവിനെ കുത്തിക്കൊന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുടർച്ചക്കാരായ SDPIയുമായി CPIM ഉണ്ടാക്കുന്ന സഖ്യം പൊളിച്ചടുക്കിയപ്പോൾ കണ്ടത് 1 മില്യണിലധികം ആളുകളായിരുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രയത്നിച്ചത് CPMൻ്റെ നുണബോംബുകൾ ഓരോന്നായി പൊളിക്കാനായിരുന്നു. 778 കോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് 100 കോടിയിൽ താഴെ മാത്രം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരിതബാധിതർക്ക് വീട് പണിയാൻ കൊടുത്ത് ബാക്കി പണം മുഴുവൻ അടിച്ചു മാറ്റിയ ഈ ദുരിതബാധിതരുടെ വീട് ഇതുവരെ പണി പൂർത്തിയാക്കാത്ത, അങ്ങനെ പൂർത്തിയാക്കി താക്കോൽ കൊടുത്തുനിന്ന് കള്ളം പറഞ്ഞ പിണറായി അഴിമതിയെ തുറന്നു കാട്ടി. മേപ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പേരിൽ വോട്ട് നേടാൻ ഇറങ്ങിയ പിണറായിക്ക് ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടാനുണ്ടായിരുന്നില്ല. ഇതുവരെ ആ വീഡിയോ കണ്ടിരിക്കുന്നത് 3.7 മില്യൺ, അതായത് 37 ലക്ഷം പേരാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചതുകൂടി കണക്കാക്കിയാൽ 1 കോടി ആളുകളെങ്കിലും കണ്ടു കാണും. മലയാള സിനിമകളോ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളോ പോലും ഇത്രയധികം ആളുകൾ കാണുന്നില്ലെന്ന് ഓർക്കണം. അതിൻ്റെ പ്രതിഫലനം തീരുന്നതിന് മുമ്പ് മറ്റൊരു ചെറിയ വീഡിയോയുമായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നു. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ കോൺഗ്രസ് പാർട്ടി നടത്തിയ പണപ്പിരിവിൻ്റെ മേൽ നുണപ്രചരണം നടത്തുന്ന CPMനെ പൊളിച്ചടുക്കി അതിൻ്റെ കണക്കുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നപ്പോൾ കണ്ടത് 1.6 മില്യൺ ആളുകൾ. ഈ പരമ്പരയിൽ CPMൻ്റെ ഉറക്കം അക്ഷരാർത്ഥത്തിൽ കെടുത്തുന്ന വീഡിയോയുമായി രംഗപ്രവേശം ചെയ്തത് ഇന്നലെയാണ്. ആ ഇരുണ്ട കാലം എന്ന പേരിൽ CPM നടത്തുന്നൊരു ക്യാമ്പയിനുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ഇരുണ്ടതായിരുന്നു, അത് മാറ്റിമറിച്ച ഉണർവിൻ്റെ കാലമാക്കി, വെളിച്ചത്തിൻ്റെ കാലമാക്കി എന്ന വ്യാജ പ്രചരണം. ആ പ്രചരണത്തിൻ്റെ ഓരോ ഏടുകളും പൊളിച്ചടുക്കി ഉമ്മൻചാണ്ടി ചെയ്തത് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് എന്ന് കൃത്യമായി സ്ഥാപിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങി എന്ന് പറഞ്ഞത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു വികസന പദ്ധതിയും വന്നില്ല എന്ന് പറഞ്ഞത്, പവർ കട്ടില്ലാത്ത കേരളം എന്ന പേരിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അധിക്ഷേപിച്ചതൊക്കെ കൃത്യമായി പൊളിച്ചടുക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ. വിഴിഞ്ഞം പദ്ധതിയുടെയും ദേശീയപാതാ നിർമ്മാണത്തിൻ്റെയും കണ്ണൂർ എയർപോർട്ടിൻ്റെയും ഒക്കെ കൃത്യമായ കണക്കുകൾ ഉമ്മൻചാണ്ടി 5 വർഷം കൊണ്ട് ചെയ്തത് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ പിന്നോട്ട് നയിച്ചതിൻ്റെ കണക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടത്. കോടാനുകോടി മുടക്കിയും സൈബർ സഖാക്കൾ മത്സരിച്ചും കഴിഞ്ഞ കുറേ കാലമായി സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരുന്ന മുഴുവൻ വ്യാജ പ്രചരണങ്ങളും ഞൊടിയിടയിൽ പൊളിച്ചടുക്കിയിരിക്കുന്നു. ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് ഒരു രാത്രി പിന്നിട്ടപ്പോൾ 1.6 മില്യൺ ആളുകളാണ് കണ്ടത്. എന്ന് വെച്ചാൽ വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വീഡിയോ പോലെ തന്നെ
ആ ഇരുണ്ട കാലം എന്ന നുണക്കഥ പൊളിച്ചെടുക്കുന്ന വീഡിയോയും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നൊടിയിടയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് വീട്ടിലിരുത്തണ്ടായിരുന്നു എന്ന് പിണറായിയും സൈബർ സഖാക്കളും പറഞ്ഞു തുടങ്ങി. ഇനി വരാൻ പോകുന്ന 2-3 ദിവസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിടുന്ന വീഡിയോകൾ CPM-ന്റെ എല്ലാ നുണക്കഥകളും പൊളിച്ചെടുക്കും. CPM ഇതുവരെ കെട്ടിപ്പൊക്കിയ കോട്ട മുഴുവൻ ഇല്ലാതാക്കും. ഇങ്ങനെ പോയാൽ CPM-ന് വജ്രായുധം കയ്യിലെടുക്കേണ്ടി വരും. കാരണം ഒരു നടയ്ക്ക് പോകുന്നവനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ കൊട്ടേഷൻ കൊടുത്ത് തീർക്കുക മാത്രമാണ് വഴി. TP ചന്ദ്രശേഖരൻ പിണറായിസത്തിൻ്റെ അടിവേര് മാന്തിക്കളയും എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അന്ന് അവർ കൊട്ടേഷൻ കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഏതു സമയം ആഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ എത്തിയെന്ന് വരാം. ഉമ്മൻചാണ്ടിയുടെ കാലം ഇരുണ്ടതായിരുന്നു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊളിച്ചടുക്കിയത് എന്ന് കേൾക്കുക. ഒരു വളരെ ചെറിയ കഥ പറയാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വികസന സംവാദത്തിന് ശ്രീ പിണറായി വിജയൻ ശ്രീ VD സതീശനെ വെല്ലുവിളിച്ചു. സംവാദത്തിന് തയ്യാർ, തീയതിയും സ്ഥലവും കുറിച്ചോളൂ എന്ന് പ്രതിപക്ഷ നേതാവ്. കഥ അവസാനിച്ചു. കഥ മാത്രമല്ല, സർക്കാരിന്റെ കാര്യവും അവസാനിച്ചു. പരസ്യ സംവാദത്തിൽ നിന്ന് മുങ്ങിയ മുഖ്യമന്ത്രി പിന്നെ പൊങ്ങിയത് CID-മാർ മാനേജ് ചെയ്യുന്ന ഫേസ്ബുക്കിലാണ്. ഇനി ആ ഫേസ്ബുക്ക് സംവാദം നോക്കാം. ഇരുണ്ട കാലമാണത്രേ. ഏത് കാലം? ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ചിരുന്ന 2011 മുതൽ 16 വരെ ഇരുണ്ട കാലമാണ്. മുഖ്യമന്ത്രി തുടങ്ങിയ ക്യാമ്പയിനാണ്. അതിനകത്ത് ആദ്യം തന്നെ പറയുന്നു, മുടങ്ങിയ ക്ഷേമം 18 മാസം വരെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയ UDF കാലം. ശ്രീ വിജയ, നിങ്ങൾ എന്തൊരു വലിയ കള്ളനാണ്. പച്ചയ്ക്ക് ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് ചില്ലറ ഉളുപ്പൊന്നും പോരാ. എത്ര കാലമായി ഫേസ്ബുക്കിലും നിയമസഭയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ പോരാളി ഷാജി തൊട്ട് പോരാളി വിജയൻ വരെ തേഞ്ഞൊട്ടിയ ക്യാപ്സൂളുമായിട്ടാണ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിലെത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ കള്ളം ക്ഷേമ പെൻഷൻ തുടങ്ങിയത് നിങ്ങളാണെന്നാണ്. അത് തന്നെ തെറ്റാണ്. ശ്രീ R. ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷനുകൾ തുടങ്ങുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ക്ഷേമ പെൻഷനുകളെ പറ്റി എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കള്ളം 18 മാസം കുടിശ്ശിക വരുത്തി എന്നുള്ളതാണ്. AKG സെന്ററിലെ ക്യാപ്സൂൾ ഞാൻ പറയുന്നില്ല. പകരം കേരള നിയമസഭയിലെ നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യം നമ്പർ 371, 14-ാം കേരള നിയമസഭ 5-ാം സമ്മേളനം. ചോദ്യകർത്താവ് ശ്രീ M. സ്വരാജ്. ഉത്തരം നൽകുന്നത് കേരളത്തിന്റെ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ PM തോമസ് ഐസക്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്രമാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കാമോ? അതിന് മറുപടി തോമസ് ഐസക് പറയുന്നു, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയ പെൻഷനുകളുടെ ലിസ്റ്റ് പറയുകയാണ്. അതായത് 3 മാസത്തെ മാത്രം പെൻഷൻ തുകയെ നിങ്ങൾക്ക് എങ്ങനെയാണ് 18 മാസം എന്ന് പറയാൻ കഴിയുക? മാത്രമല്ല, 18 മാസക്കാലം പെൻഷൻ മുടങ്ങിക്കിടന്നാൽ ഏതാണ്ട് 7000-ഓളം കോടി രൂപ ആ കുടിശ്ശികയായി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ബഹുമാന്യനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി 2017 അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു 1000 കോടിക്കടുത്ത് മാത്രമാണ് മുൻ സർക്കാരിന്റെ കുടിശ്ശിക അടച്ചിട്ടുള്ളത് എന്ന്. മാത്രമല്ല, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാർ വർധനവ് വരുത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് എത്ര വലിയ കള്ളമാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് മൾട്ടിപ്പിൾ പെൻഷൻ സമ്പ്രദായമായിരുന്നു. അതായത് ഒരാൾക്ക് 3 പെൻഷൻ വരെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് സിംഗിൾ പെൻഷനായി, ഒരാൾക്ക് പരമാവധി 1 പെൻഷൻ മാത്രം. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 300 രൂപയായിരുന്ന പെൻഷൻ അത് അദ്ദേഹം തന്നെ 400 ആക്കി, 500 ആക്കി, 600 ആക്കി, 1000 ആക്കി, 1200 ആക്കി, 1200 ആക്കി. ഒരു പെൻഷൻ 1400 ആക്കിയതിനു ശേഷം മാത്രമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ അധികാരം വിട്ടൊഴിയുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പെൻഷൻ മേഖലയിൽ വരുത്തിയ മറ്റൊരു വിപ്ലവകരമായ മാറ്റം 2011 ആണ്ട് വരെ കേരളത്തിൽ ആകെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം 16 ലക്ഷമായിരുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 34 ലക്ഷമായി മാറ്റി. മാത്രമല്ല, മറ്റു ചില ക്ഷേമ പെൻഷൻ 8 ലക്ഷം കൂടി കൂട്ടുമ്പോൾ 42 ലക്ഷം ആളുകൾക്ക് ഈ സർക്കാർ പെൻഷൻ കൊടുത്തിരുന്ന സർക്കാരിനെയാണ് ഉമ്മൻചാണ്ടി സാർ നയിച്ചുകൊണ്ടിരുന്നത്. ഇനി നിങ്ങളുടെ സർക്കാരിന്റെ പ്രത്യേകത എന്താണ്? ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് പെൻഷൻ കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകമായി പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം സെസ് ഏർപ്പെടുത്തിയത്. എന്നിട്ടും നിങ്ങൾ 4-5 മാസം പെൻഷൻ മുടക്കിയതിന്റെ ഭാഗമായിട്ട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഈ നാട്ടിലുണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാപ്സ്യൂളാണ് പവർക്കെട്ടില്ലാത്ത കേരളം. ശ്രീ വിജയനോട് ചോദിക്കുന്നു, പവർക്കെട്ട് ഒഴിവാക്കാൻ ഈ സർക്കാർ ചെയ്ത നടപടി എന്താണ്? എവിടെ നിന്നാണ് തുടക്കം? പവർക്കെട്ടില്ലാത്ത കേരളം എന്ന ക്യാമ്പയിൻ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നത് 2016 ശ്രീ പിണറായി വിജയൻ മഴുവറിഞ്ഞുണ്ടായതാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘം അല്പബുദ്ധികളായ വിജയൻ സേനക്കാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രചരണം പവർക്കെട്ടില്ലാത്ത കേരളമാണ് വിജയന്റെ കാലമെന്ന്. ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, കേരളത്തിൽ ഇന്ന് പവർക്കെട്ടില്ലാതാകാൻ ശ്രീ പിണറായി വിജയന്റെ കാലത്ത് 16 മുതൽ 26 വരെ എടുത്ത സവിശേഷമായ ഇടപെടൽ എന്താണ്? ഇന്ന് കേരളത്തിൽ പവർക്കെട്ടില്ലാതിരിക്കുന്നുവെങ്കിൽ അതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന്, 2012 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയ നാഷണൽ ഗ്രിഡ് പോളിസി. അങ്ങനെ 2013 മുതൽ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള നയങ്ങൾ
ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം സോളാർ മേഖലയിൽ ഉണ്ടായ വലിയ തോതിലുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ്. സോളാറിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ടിട്ടും നയങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാതിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇടപെടലുകളുടെ ഭാഗമായി 2016 14.15 മെഗാവാട്ട് ആയിരുന്ന സോളാർ എനർജിയുടെ പ്രൊഡക്ഷൻ 2026 എത്തുമ്പോൾ പല മടങ്ങ് വർദ്ധിച്ച് 1700 മെഗാവാട്ടിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മറ്റൊരു മേഖലയിൽ നിന്ന് വലിയ തോതിൽ വൈദ്യുതി എത്തുവാനായി തുടങ്ങി. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 4 രൂപ 29 പൈസയ്ക്ക് ഉണ്ടാക്കിയിരുന്ന ദീർഘകാല വൈദ്യുതി കരാർ ഈ സർക്കാർ വന്നപ്പോൾ 6 രൂപ 12 പൈസയ്ക്ക് വർദ്ധിപ്പിച്ചത് കാരണമാണ് പിന്നീട് വൈദ്യുതി ചാർജിൽ വർധനമുണ്ടാകുന്നതും ഇപ്പോഴും അങ്ങിങ്ങായി പവർ കട്ടുകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി നിങ്ങൾ പറയൂ, ഈ സർക്കാർ എന്ത് ചെയ്തിട്ടാണ് പവർ കട്ടില്ലാത്ത കേരളം ഉണ്ടായത്? ഇനി മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. നിങ്ങൾ അറബിക്കടലിലേക്ക് തള്ളിയ ഇൻഡോ യു എസ് ന്യൂക്ലിയർ ഡീലും അതുപോലെ തന്നെ നിങ്ങൾ സമരം ചെയ്ത് നിർത്തലാക്കാൻ ശ്രമിച്ച കൂടംകുളം പദ്ധതിയുമൊക്കെ കേരളത്തിന് ഇഷ്ടം പോലെ വൈദ്യുതി എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാകുന്നുണ്ട് കേട്ടോ. ഡൽഹി പോലെയുള്ള ക്യാപിറ്റൽ സിറ്റിയിൽ ഉണ്ടായിരുന്ന മെട്രോയെ കൊച്ചു കേരളത്തിലേക്ക് എത്തിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെയാണോ നിങ്ങൾ ഇരുണ്ട കാലമെന്ന് അടയാളപ്പെടുത്തുന്നത്? വാദത്തിന് വേണ്ടി നിങ്ങൾ പറയാറുണ്ട് ശ്രീ പിണറായി വിജയന്റെ കാലത്താണ് മെട്രോ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന്. അത് ശരിയാണ്, 2017. പക്ഷേ ഉമ്മൻചാണ്ടി സാറായിരുന്നു 2016 വരെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഒരു വർഷം കൊണ്ട് മെട്രോ ട്രാക്ക് പൂർത്തീകരിച്ച് മെട്രോ ഓടിത്തുടങ്ങുവാൻ പിണറായി വിജയന്റെ കയ്യിൽ മാന്ത്രികതണ്ടൊന്നുമില്ലല്ലോ. എന്താ ഈ സർക്കാർ ചെയ്തത്? ചെടിച്ചട്ടി വെച്ചു, പെയിന്റ് അടിച്ചു, ഉദ്ഘാടനം ചെയ്തു. ഇതല്ലാതെ എന്താണ് ഈ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ? ഇപ്പോഴും ഫേസ് ടു എക്സ്പാൻഷൻ 10 വർഷമായിട്ടും പെൻഡിംഗ് ആണെന്ന് പറയുമ്പോൾ അറിയാം ഈ സർക്കാരിന്റെ മെട്രോയിലെ കെടുകാര്യസ്ഥത. മാനും മനുഷ്യനും കയറാതെ പാമ്പുകൾ കയ്യേറിയിരുന്ന മൂർഖൻ ബർമ്മ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കണ്ണൂർ വിമാനത്താവളം. കേരളം പോലെ പ്രവാസ ലോകത്തെ ഏറെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എയർപോർട്ട് എന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിന്റെ ആശയമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ വിമാനത്താവളം കൊണ്ടുവന്നതും അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നിങ്ങൾ പറയും പിണറായി വിജയന്റെ കാലത്താണ് കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതെന്ന്. ആ ഉദ്ഘാടനം ചെയ്യുന്ന വർഷം ഏതാണെന്ന് അറിയാമോ? 2018. 16 വരെ ഓർമ്മിപ്പിക്കുന്നു, ഉമ്മൻചാണ്ടി സാറായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. 2 വർഷം കൊണ്ടൊരു വിമാനത്താവളം ഉണ്ടാക്കാൻ പിന്നെയും പിണറായി വിജയന്റെ കയ്യിൽ മാന്ത്രികതണ്ടില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ടെസ്റ്റ് ഫ്ലൈയുടെ ഭാഗമായി ആദ്യ വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ EP ജയരാജന്റെ നേതൃത്വത്തിൽ പുറത്ത് സമരമുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് റൺവേയുടെ നീളം കുറവാണ് എന്നാണ്. 10 വർഷം കഴിഞ്ഞിട്ടും റൺവേയുടെ നീളമൊന്നും കൂടിയിട്ടില്ല കേട്ടോ. ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നടത്തിയെന്നല്ലാതെ ആറന്മുള അടക്കം ശബരി വിമാനത്താവളം അടക്കമുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെയല്ല, ഏഷ്യയുടെ തന്നെ ഏറ്റവും സാധ്യതയുള്ള തുറമുഖമായി മാറുവാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായിട്ട് ഉമ്മൻചാണ്ടി സാർ മുന്നോട്ട് പോകുമ്പോൾ 5000 കോടി മാത്രം ആകെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന പദ്ധതിക്ക് 6000 കോടി രൂപയുടെ കടൽക്കൊള്ള എന്ന അഴിമതി ആരോപണം ഉന്നയിച്ചവരാണ് നിങ്ങൾ. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് അദാനിയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ 1000 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ചില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്ന ഓരോ ദിവസത്തെ കാലതാമസത്തിനും അദാനിയുടെ കമ്പനി കേരളത്തിന് നഷ്ടപരിഹാരം തരണമെന്ന് പറയുന്ന എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതടക്കം വയലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വൈകിപ്പിച്ച വിഴിഞ്ഞം തുറമുഖം ഇപ്പോഴും ഫുൾ ഫ്ലഡ്ജിലേക്ക് തുറന്നു കൊടുക്കുവാൻ 10 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എത്ര വലിയ പരാജയമാണ്. കേരളത്തിൽ ഇനിയും തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്ന 3 തുറമുഖങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഒന്ന് പറഞ്ഞു തരാം. പാലാരിവട്ടം പാലം ഓർമ്മയില്ലേ? പാലാരിവട്ടത്ത് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ 227 ഇടത്താണ് പുതിയ പാലങ്ങൾ 400 ദിവസം കൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടത്. അതിനകത്ത് തന്നെ 100 പാലങ്ങൾ വലിയ പാലങ്ങളായിരുന്നു. എന്നിട്ടും അതൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഇല്ലാത്ത അഴിമതി ഉന്നയിച്ച്, ഇല്ലാത്ത ബലക്ഷയം ഉന്നയിച്ച് പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ നിങ്ങൾ ഒരു സർക്കാരിനെ താറടിച്ചിട്ട് വർഷം 10 കഴിഞ്ഞിട്ട് ഇപ്പോഴും ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നിർമ്മിച്ച അതേ പാലാരിവട്ടം പാലത്തിൽ കൂടി തന്നെയല്ലേ ഈ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്? വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തിയെന്നാണ് നിങ്ങൾ പറയുന്ന മറ്റൊരു അവകാശവാദം. 2016 1 കിലോ അരിയുടെ വിലയും 2026 1 കിലോ അരിയുടെ വിലയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ 30 രൂപയുടെ വ്യത്യാസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിലക്കയറ്റത്തെ പറ്റി ബാക്കിയുള്ള റോക്കറ്റ് സയൻസുകളെല്ലാം നിങ്ങൾ പറയാനായിട്ട്. ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ പറയാനാണെങ്കിൽ ഒരു വലിയ പട്ടിക തന്നെയുണ്ട്. പറയാൻ ഒരു ദിവസമൊന്നും മതിയാകാതെ വരും 10 വർഷത്തെ ദുരിത ജീവിതം. പക്ഷെ അത് പറയേണ്ടുന്ന കാര്യമില്ല. ബസ്സിന്റെ പുറത്ത് നിങ്ങൾ എത്രയൊക്കെ സ്റ്റിക്കർ PRDയുടെ ഒട്ടിച്ചു വെച്ചാലും ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർക്കറിയാമല്ലോ കഴിഞ്ഞ 10 വർഷക്കാലമായി അവർ അനുഭവിക്കുന്ന സത്യമായ ജീവിതത്തെപ്പറ്റി. ഇതുപോലെയുള്ള വ്യാജ വാഗ്ദാനങ്ങളുടെ, ഇതുപോലെയുള്ള വ്യാജ അവകാശവാദങ്ങളുടെ കോടാനുകോടികൾ മുടക്കിയിട്ടുള്ള PR തട്ടിപ്പുകളുടെ കാലമായിരുന്നില്ല ഉമ്മൻചാണ്ടി സാറിന്റെ കാലം. നിങ്ങൾ എത്ര വേട്ടയാടിയിട്ടും, നിങ്ങൾ എത്രയൊക്കെ കടന്നാക്രമിച്ചിട്ടും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഈ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി, ഈ നാട്ടിലെ മണ്ണിനെയും മനുഷ്യനെയും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ആ മനുഷ്യനെ പറ്റി ആ കല്ലറയിൽ എഴുതിയിരിക്കുന്ന വാചകം മാത്രമേ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു.